അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ പൊറോട്ടയും ബീഫ് സീരീസാണ്. പൊറോട്ടയും കുട്ടൻ ചാപ്സും, മൂസക്കാൻ്റെ പൊറോട്ടയും കുട്ടൻ ചാപ്സും മട്ടൻ ചാപ്സും ഞാനിപ്പോൾ കഴിച്ചിട്ട് നിൽക്കുകയാണ്. അതിൻ്റെ ടേസ്റ്റ് കാരണം നിങ്ങളോട് ഒന്നുകൂടെ പറയാൻ വന്നു. അപ്പോൾ അത് എങ്ങനെയാണ് വെക്കുന്നത് എന്നുള്ള റെസിപ്പിയും കാര്യങ്ങളൊക്കെ ഇതിലുണ്ട്. ഒരുപാട് കാലമായിട്ട് പലരും കമൻറ്റ് ചെയ്യുന്നുണ്ട് നല്ലൊരു ചെറിയ കടയിൽ നിന്നൊരു റെസിപ്പി കാണിക്കണം. അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുള്ളായിട്ട് കണ്ടു നോക്കുക. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമാവുന്ന വരുന്നു. ഹലോ, രാവിലെ നേരത്തെ പൊറോട്ടയും ബീഫും കഴിക്കാൻ വേണ്ടി ഇറങ്ങിയാണ്. എവിടെയാണെന്നല്ലേ, ഇത് ആലിങ്കൽ എന്ന് പറഞ്ഞ സ്ഥലമാണ്. പൊന്നാനിയുടെയും തിരൂരിൻ്റെ ഇടയിലാണ്. ചമ്രോട്ടം പാലം ഒക്കെ അറിയാം. പൊന്നാനി തിരൂർക്ക് പോകുമ്പോൾ ചമ്രോട്ടം പാലം ഉണ്ടല്ലോ, അതിൻ്റെ അടുത്താണ്. അപ്പോൾ രാവിലെ നേരത്തെ ഒരു 6 മണിക്ക് എത്തണമെന്നൊക്കെ വിചാരിച്ചാൽ അപ്പോൾ ഒരു 7 മണിയായി. അപ്പോൾ നമ്മളവിടുത്തെ ഒരു സുഹൃത്തിനെ കിട്ടിയതാ. ഇത് ശ്യാംലാൽ. ഞങ്ങൾ കുറേ കാലത്തെ പരിചയമാണ്, പക്ഷെ ആദ്യമായിട്ടാണ് കാണുന്നത്. അറിയോ? അതെ, ആദ്യമായിട്ടാണ് കാണുന്നത്. രണ്ട് വർഷം ഉണ്ടാവല്ലോ. 2 വർഷം മേലെ, 2 വർഷം ഉണ്ടാവും. ഒരു ചാനലുണ്ട് ശ്യാംലാൽ. എൻ്റെ ചാനലിൻ്റെ പേര് ട്രാവലോടെക്, അതാണ് ചാനലിൻ്റെ പേര്. ഇപ്പോൾ സൈക്ലിംഗ് ഒക്കെ കഴിഞ്ഞ് വരുന്നൊക്കെയാണ്. ഇതാണല്ലോ രാവിലെ സൈക്കിളിന് ഇറങ്ങിയാണത്രേ. കുറ്റിപ്പുറത്താണ് വിടില്ലേ? ആ, ഓക്കെ. അവിടെ നല്ല പൊറോട്ട ബീഫ് കിട്ടുമോ? അത്യാവശ്യം സ്ഥലങ്ങളൊക്കെ ഉണ്ട്. പിന്നെ മലപ്പുറത്തിന് പ്രത്യേകം തന്നെ നല്ല രുചികരമായിട്ടുള്ള പൊറോട്ടയും ബീഫും തന്നെയാണ്. അത് ശരിയാ, മലപ്പുറത്ത് ഒരു ഇതെല്ലായിടും നല്ലതായിരിക്കും. പക്ഷെ അതിൽ ഫേമസ് ആയതാണ് ഇപ്പോൾ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് പലതും. ശ്യാമ, നമുക്ക് കടയിൽ പോലെ കടയ്ക്ക് ഞാനില്ല. കടയ്ക്കില്ലേ? എനിക്ക് ബാക്കി സൈക്ലിങ്ങിന്റെ ബാക്കി തീർക്കാൻ. എക്സസൈസ് നമ്മളും സൈക്ലിംഗ് ചെയ്യേണ്ടതാണ്. രാവിലെ പൊറോട്ടയും ബീഫ് അടിക്കല്ല വേണ്ടത്. പക്ഷേ ഇപ്പോൾ അങ്ങനെ ചെയ്യുന്ന ഒരാളെ നമ്മൾ തിരിച്ച് വിളിക്കുന്നത് മോശമല്ലേ? അപ്പോൾ സൈക്ലിംഗ് കണ്ടിന്യൂ. ഞാൻ മറ്റേ പിന്നെ കാണാം. ഓക്കെ, അപ്പോൾ നമുക്ക് പൊറോട്ട ബീഫും കഴിക്കാൻ പോവാം. അപ്പോൾ ആലിങ്കൽ സെൻട്രലെത്തി. സെൻട്രൽ എന്ന് പറഞ്ഞാൽ ഒരു ചെറിയ അങ്ങാടിയാണത്. ഈ പോണ മെയിൻ റോഡിൻ്റെ ഇടയിൽ ഒരു ചെറിയ അങ്ങാടി. ഇവിടെ ഒരു ഹോട്ടൽ ബദ്രിയ ഉണ്ട്, മൂസക്കാൻ്റെ. 10-20 കൊല്ലം പഴക്കമുള്ള ഹോട്ടലാണ്. ഇവിടെ ഏർലി മോർണിംഗ് 4 മണിക്ക് 3 മണി 4 മണി മുതലൊക്കെ ബീഫ് കിട്ടുമെന്ന് പറഞ്ഞത്. അപ്പോൾ അതിൻ്റെ രഹസ്യം എന്താണെന്നറിയോ? അത് ഞാൻ ഇവിടെ ഒത്തിരി കാണിച്ചു തരാം. അതിൻ്റെ തൊട്ടടുത്തെത്തി. അപ്പോൾ അവിടുത്തെ പൊറോട്ടയും ബീഫിൻ്റെയും വിശേഷങ്ങളൊക്കെ നമുക്ക് വീഡിയോയിലേക്ക് കാണാം. അപ്പോൾ പൊറോട്ട ബീഫ് സീരീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇതാണ് മൂസക്ക. മൂസക്ക, എന്തൊക്കെയാണ് വിശേഷങ്ങൾ? സുഖമാണ്. രാവിലെ എത്ര മണിക്കാണ്? 3 മണിക്ക് തുറക്കും. എത്ര മണിക്കാണ് സാധനം പൊറോട്ടയും ബീഫൊക്കെ റെഡി ആവുന്നത്? പൊറോട്ട 5:30 മണിയാവും. മറ്റുള്ളതൊക്കെ ഒരു 4 മണിയാകുമ്പോൾ എല്ലാ സാധനവും റെഡിയാവും. ഇപ്പൊ എന്തൊക്കെയാണ് ഇപ്പോൾ നടക്കുന്നത്? ഇപ്പോൾ കുട്ടൻ ചാപ്സ്, ലിവർ, മുട്ട റോസ്റ്റ്, ഗ്രീൻ പീസ്, പിന്നെ പൊറോട്ട വെള്ളപ്പം. എന്തുണ്ടാക്കാൻ കാണാൻ പറ്റിയപ്പോൾ? ഇപ്പോൾ ഇങ്ങനെ ഈ ഉണ്ടാക്കുന്നതൊന്നും അടിച്ചു കൊടുത്താൽ അവർക്ക്. ഇപ്പോൾ ഇതൊക്കെ തന്നെ ഉണ്ടാക്കാൻ തുടങ്ങുന്നുള്ളൂ. കുറച്ചൊക്കെ ആയതുണ്ട്, കുറച്ചൊക്കെ ആകാത്തതുണ്ട്. പിന്നെ ഇത് കുട്ടൻ. ആ, ഇതിന് മട്ടൻ, ആ, ഇത് ലിവർ. ലിവർ റോസ്റ്റ്. പിന്നെ ഗ്രീൻ പീസൊക്കെ പച്ചക്കറി ഒക്കെ കുറച്ചേ ഉണ്ടാക്കുള്ളൂ. ഇതൊക്കെ തീരുന്നതിനനുസരിച്ച് ഇങ്ങനെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കും. ബീഫ് വെക്കും. അതൊരു 12 മണിയാവും. അതാണ് മെയിൻ. അപ്പോൾ ഇപ്പോൾ പ്രിപ്പറേഷൻ നടക്കുന്നത് കുട്ടനാണ്. അതിൻ്റെ ഒന്ന് കാണാം. അപ്പോൾ ഇന്ന് നമ്മൾ മൂസക്കാൻ്റെ കുട്ടൻ ചാപ്സിൻ്റെ റെസിപ്പി ബുക്കാണ്. കുട്ടൻ ചാപ്സിൻ്റെ രഹസ്യം എന്താണെന്ന് നോക്കണം മൂസക്കാൻ്റെ. അപ്പോൾ അത് കുറച്ച് സമയമെടുത്ത് കാണുക. കുറച്ച് ലെങ്ത് ഉണ്ടെങ്കിൽ ക്ഷമിക്കുക. കാരണം ബീഫ് ഇടുന്നതിന് മുന്നേ ഉള്ളി തക്കാളി ഒക്കെ തന്നെ മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞു. അതിന് ശേഷം ബീഫ് വെന്തതിന്, ബീഫ് അല്ലട്ടോ സോറി, കുട്ടൻ. മൂസക്ക പറയുമ്പോൾ എന്നെ തിരുത്തുന്നുണ്ട്. ബീഫ് എന്ന് പറയുന്നത് കുട്ടൻ. കാരണം ബീഫ് ഇവിടെ വേറെ ഉണ്ട്, കുട്ടൻ വേറെ. അപ്പോൾ കുട്ടൻ ഇട്ടതിന് ശേഷം, അത് വെന്തതിന് ശേഷമാണ് അത്രേ ബാക്കിയുള്ള മസാലകളും കാര്യങ്ങളും. അപ്പോൾ ഒക്കെ നമുക്ക് വിശദമായിട്ട് കാണാം. പ്രത്യേകത എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയാം, സാധനങ്ങളൊക്കെ കുറച്ച് ഉണ്ടാക്കുള്ളൂ. അപ്പോൾ തീരുന്നതിന് ചെറിയ എത്ര മണി വരെ കിട്ടും? അതൊരു ഉച്ചക്ക് 1 മണി വരെ സാധനം റെഡിയാക്കിക്കൊണ്ട്. അല്ല, അതിന്റെ ശേഷം ഉണ്ടാവും. പക്ഷെ അതുവരെ ഇങ്ങനെ കുറച്ച് വരുന്നതിനനുസരിച്ച് കൊണ്ട് ഉള്ള ചിലവേ. കാരണം ഇത് പഴയതാവാൻ പാടില്ല. സാധനം പഴയതാണെന്ന് പറഞ്ഞാൽ അതിന് റിമാർക്കായി. എന്റെ വീടൊപ്പിലെത്തി. മൂപ്പര അനിയനാണ്. അനിയനാണല്ലേ? വരണ്ടോ? 3 കൂടിയാ? മക്കള് വരെ കിട്ടിയ പുറത്തുനിന്നാരുമില്ല.
മൂസക്ക എത്ര കാലമായി കട തുടങ്ങിയിട്ട്? ഇതിപ്പോ 21 വർഷം തേയാൻ പോണ്. 21 വർഷമായോ? ആ ഞാൻ തന്നെ ഇവിടെ തന്നെ ഈ സ്ഥലത്ത് തന്നെ? ആ മുമ്പിലായിരുന്നു, അത് ഇപ്പോൾ പൊളിഞ്ഞപ്പോൾ വേറെ ഇത്. എത്രയാണ് മട്ടൻ ചാപ്സ് കുട്ടൻ ചാപ്സ്? പിന്നെ 90 കുട്ടൻ മട്ടൻ ചാപ്സ്, കുട്ടൻ ചാപ്സ് 60, ലിവർ 60. തുടങ്ങുന്ന കാലത്ത് എത്രയായിരുന്നു? തുടങ്ങുന്ന കാലത്ത് 75 പൈസയൊക്കെയാണ്. 75 പൈസ ചാപ്സിന്? ചാപ്സിനോ? അത്രയും കുറഞ്ഞ വില. ഇറച്ചിക്ക് വളരെ കുറവല്ല ഉണ്ടായിരുന്നുള്ളൂ. 20 ഉറുപ്പ്യ 18 ഉറുപ്പ്യൊക്കെ ഉണ്ടായിരുന്നു. ഈ വിലമേലക്കൊക്കെ ആയിട്ട് ഇപ്പോൾ 2 കൊല്ലമായിട്ടുള്ളൂ. ലോക്ക്ഡൗണിന് ശേഷമാണ് മട്ടൻ ചാപ്സൊക്കെ ഉണ്ടാക്കാൻ തുടങ്ങിയത്. മട്ടന്, ലിവർ, ഈ സാധനങ്ങൾ, നെയ്ച്ചോറ് ഇതൊക്കെ ഉണ്ടാക്കാൻ തുടങ്ങിയത് ഇതിൻ്റെ ശേഷമാണ്. മുന്നേ അതുണ്ടായിരുന്നില്ല, വെറും ഈ കുട്ടൻ ചാപ്സ് മാത്രം അതായിരുന്നു ഇവിടുത്തെ മെയിൻ കച്ചവടം. ഇവിടെ കച്ചവടം കൂട്ടിയിരിക്കുകയാണ്, കച്ചവടം കൂടുതലും. അധികം ചെറിയ കടയായിരുന്നു അങ്ങനെ നിൽക്കിയിട്ട്. പക്ഷേ അതിൽ നല്ല നല്ല VIP പാർട്ടിക്കാരെ അവിടെ വന്നിരുന്നൊക്കെ. ഇവിടെ അങ്ങനെ തന്നെ ആയിരുന്നു, നല്ല ആൾക്കാർ വരും. 9 മണി വരെ 9 മണി വരെ അലൗട്ടുള്ളൂ വരെ തുറക്കാൻ. ചാപ്സ് അതിൽ യാതൊരു വെക്കണത് കുറേശ്ശെ നോക്കണ്ട, ഇങ്ങനെ തീരുന്നതിനനുസരിച്ച് ഇങ്ങനെ ഉണ്ടാക്കി. അപ്പോൾ ഇവിടെ ഫാമിലി റൂമിൽ ഒഴിഞ്ഞിരുന്ന് പൊറോട്ടയും മട്ടനും ഒഴിഞ്ഞു. കുട്ടൻ ഏതാണ്? കുട്ടൻ ചാപ്സ്. എന്താണ് ബദ്രിയെ കുറിച്ചുള്ള അഭിപ്രായം? നമ്മളിപ്പോൾ കുറച്ച് കാലമായി ഇവിടുന്ന് കഴിക്കാൻ തുടങ്ങിയിട്ട്. നിങ്ങൾ ഇവിടെ തന്നെ അല്ലേ? അല്ല, ഞാൻ ചമ്രോട്ടം. ഓക്കെ. ഞങ്ങളെ പേര് വെച്ചില്ല. റാഷി. നിങ്ങളെ പേര്? എൻ്റെ പേര് മുഹമ്മദ് ഷാഫി. എനിക്ക് മൂസക്ക എന്ന് പറയേണ്ട മൂസ എന്ന് പറഞ്ഞാൽ വളരെ ചെറിയ കുട്ടിയായി നിന്ന് ഇപ്പം മൂസക്ക തലയിൽ മുടിയും ഇതൊക്കെ പോയിട്ട് താനിട്ട് നോക്കണ്ട. എന്നെക്കാളും ഒരു 5 വയസ്സെങ്കിലും കുറവുണ്ടാവും. കുട്ടൻ ചാപ്സ് കഴിക്കും, ഞാൻ മട്ടൻ ചാപ്സ് കഴിക്കും, ബീഫ് കഴിക്കും. എന്താ അഭിപ്രായം? നല്ല അഭിപ്രായമാണ്. ഒരിക്കൽ കഴിച്ച് പോയിക്കുന്നത്. അപ്പം നിങ്ങളിവിടെ ഉണ്ട്. ഇപ്പം രണ്ടാമത് അങ്ങനെ കണക്കൊന്നുമില്ല. ചായ എങ്ങനെ പോകും? കുട്ടൻ ചാപ്സ് ഇതിപ്പോ എത്ര? 4 കിലോ ഇറച്ചി? 4 കിലോ. 4 കിലോ വെക്കുള്ളൂ. അതിനപ്പുറം മൂടല്ലേ. ഞാൻ ചേരുവൊന്നും ചേർത്തിട്ടില്ല, ഒക്കെ വെറുതെ ഇപ്പൊ എന്തൊക്കെയാണ് ചേർത്തത്? ഇപ്പം അതിൽ ഉള്ളിയും തക്കാളിയും ലേശം മുളകും പൊടി വേറൊന്നുമില്ല. ഉള്ളി, തക്കാളി, മുളകും പൊടി അത്രേ ഉള്ളൂ. ഇനി ബാക്കിയൊക്കെ വെന്തതിന് ശേഷം കാണാം. എത്ര സമയം എടുക്കും വേവാൻ? ഇതിപ്പോൾ ഇനി ഒരു അരമണിക്കൂർ 30 മിനിറ്റ് കൊണ്ടാവും. ഇതിവിടെ റെഡി ആയില്ല. മസാല അതെ റെഡിയാക്കി. ഇത് ഉള്ളി, തക്കാളി, പിന്നെ ഇഞ്ചി, വെള്ളുള്ളി മാത്രം. ഉപ്പിട്ട് വെള്ളം നോക്കൂല. മസാല സെറ്റ് ആയതിൻ്റെ ശേഷം വെള്ളം അത് വന്നു. മസാല കാര്യമായിട്ട് മല്ലിപ്പൊടി തന്നെ ഇനിപ്പതിയിലിടാനുള്ളൂ. പിന്നെ ഇത് നല്ല മസാലയാണ്. ഈ മസാലയാണ് ഇതിൻ്റെ പവർ. വേണ്ടി ഒന്ന് നല്ല കൊഴുപ്പാവും. ഇതൊന്ന് വറവിടും. വെളിച്ചെണ്ണല്ലേ ഉള്ളിയൊക്കെ ചേർത്ത് വേപ്പിൻ്റെ ഇല, പച്ചമുളകൊക്കെ കൂടെ കൂട്ടിയിട്ട് ഇപ്പം ഇതിങ്ങനെ കൂട്ടിയാലൊന്നും അറിയില്ല. ഇനി ഇത് ചെറിയ തീയിൽ ഇരുന്ന് ഒന്ന് ഒരു 10-20 മിനിറ്റ് കിടന്നിട്ട് ഇനി സെറ്റപ്പാകുന്നത്. അപ്പോൾ അത് മസാല എല്ലാം ഇറച്ചി കൊണ്ട് പിടിക്കും. മറ്റിപ്പോൾ ഇറച്ചി വേറെ മസാല വേറെ ആയിട്ടല്ലേ നിൽക്കുന്നത്. അപ്പോഴേക്കും മൂസക്ക അടുത്ത സെറ്റിലുള്ള കുട്ടനുള്ള റെഡിയാക്കിക്കൊണ്ടിരിക്കണം. അപ്പോൾ നമ്മൾ പലയിടത്തും പൊറോട്ട ലൈവായി അടിച്ചെടുക്കുന്നുണ്ട്. പക്ഷേ മട്ടനും കുട്ടനൊക്കെ ഇങ്ങനെ ലൈവായിട്ട് പോകുന്നത് ആദ്യമായിട്ടാണ് കാണുന്നത്. ഇതിൽ ചെറുള്ളി, പച്ചമുളക്, വെളിച്ചെണ്ണയിൽ നേരത്തെ കണ്ട വാങ്ങിയപ്പോൾ അല്ല
ഇത് നല്ല നെയ്യൊക്കെ പൊതി വന്നിട്ടുണ്ട്, കളർ തന്നെ മാറി, നല്ല സെറ്റപ്പായി. മല്ലിയിട്ടപ്പോൾ ഇതിങ്ങനെ വീഡിയോയിൽ കാണാൻ നല്ല ഭംഗിയുണ്ട്. നല്ല ഭംഗി. ചോപ്പിന് പച്ചമുളക് കിടക്കുന്നില്ലേ, നല്ല രസമുണ്ടാവും കാണാൻ തന്നെ കറി. അപ്പോൾ ഇതൊക്കെയാണ് നിങ്ങളെ കുട്ടൻ ചാപ്സിൻ്റെ രഹസ്യങ്ങളില്ലേ? രഹസ്യമായിട്ട് എന്തെങ്കിലും മസാലകളുണ്ടല്ലോ? ഇല്ല, യാതൊന്നും ഇല്ല കേട്ടോ. അതുകൊണ്ട് ഞാൻ രഹസ്യമല്ല, പരസ്യം തന്നെയാണ്. അപ്പോൾ മൂസക്കാൻ്റെ കടയിലെ സ്പെഷ്യൽ കുട്ടൻ ചാപ്സ് ഉണ്ടാക്കുന്നത് നമ്മൾ കണ്ടു. റെസിപ്പി എടുക്കുക എന്ന് പറഞ്ഞാൽ തിരക്കുള്ള കടയിൽ നിന്ന് വളരെ മെനക്കെട്ട് എടുക്കേണ്ട ഒരു പണിയാണത്. അവരുടെ തിരക്കിൻ്റെ ഇടയിൽ നിന്ന് ഒഴിഞ്ഞെടുക്കുന്ന സമയം വെച്ചൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ. ഈ കുട്ടൻ ചാപ്സ് ഉണ്ടോ, ഇതിൻ്റെ ഗ്രേവി കുറച്ച് ലൂസാണ്. ശരിക്കും ചാപ്സ് എന്ന് പറഞ്ഞാൽ നല്ല കട്ടിയുള്ള ഗ്രേവി വരും. ഇതാ കണ്ടോ മട്ടൻ ചാപ്സ്, ഇതിൻ്റെ ഗ്രേവി കണ്ടോ. പക്ഷേ ഈ കുട്ടൻ ചാപ്സ് ഒരു അരമണിക്കൂറോളം അടുപ്പത്ത് ഇരുന്ന് കഴിഞ്ഞാൽ ഏകദേശം ഇതുപോലെയാവും. കാരണം ഞാൻ വന്ന സമയത്ത് അവിടെ വിളമ്പി കൊടുക്കുന്ന കുട്ടൻ ചാപ്സ് ഏറെക്കുറെ ഇതുപോലെയാണ്. അപ്പോൾ എന്തായാലും നമ്മളൊരു മട്ടൻ ചാപ്സും ഒരു കുട്ടൻ ചാപ്സും പിന്നെ അതുപോലെ ലിവർ റോസ്റ്റും പറഞ്ഞിട്ടുണ്ട്. ഇതിലേക്ക് വില മൂസൊക്കെ നേരത്തെ പറഞ്ഞു തന്നു. പിന്നെ പൊറോട്ടയും വെള്ളപ്പവും പറഞ്ഞിട്ടുണ്ട്. അത് രണ്ടും 10 രൂപയാണ്. അപ്പോൾ എന്തായാലും ഇനി കഴിച്ചു നോക്കാം. പൊറോട്ടയിൽ നിന്ന് തുടങ്ങാം. കുട്ടൻ ചാപ്സ്. കുട്ടൻ ചാപ്സിൻ്റെ കൂടെ ഈ ഒരൊറ്റ പീസ്, കുട്ടൻ ചാപ്സാണെങ്കിലും മട്ടൻ ചാപ്സാണെങ്കിലും വലിയൊരു പീസ്, പിന്നെ അതിൻ്റെ കറി. അതങ്ങനെ ഇതിലേക്കാണ് ഒഴിച്ചാലോ. അയ്യവാ, ഇപ്പം ചട്ടിയിൽ നിന്ന് എടുത്ത് ഇറക്കിയുള്ളൂ. ആഹാ, ഇത് ഇനി ഒന്നും കൂടെ ശരിക്ക് അതിലിരുന്നൊന്നിങ്ങനെ ദമ്മാവണ്ട. അടുപ്പിൽ തന്നെ ഇരിക്കുകയാണല്ലോ. അടുപ്പുകൾ നല്ല ചൂട്, നല്ല ചൂട്. ആ പച്ചമുളകൊക്കെ പെട്ടിട്ടുള്ളൂ, അതിൻ്റെ ഒരു പച്ച ടേസ്റ്റ് ഉണ്ടല്ലോ. പൊളിച്ചു പോനെ. പൊറോട്ട നല്ല മൊരിഞ്ഞ പൊറോട്ട തന്നെ. അത് കുതിരുന്നതിൻ്റെ മുന്നേ അതിൻ്റെ ആ ക്രിസ്പിനെസ് ഒന്ന് കഴിച്ചു നോക്കണം. കുറച്ച് കറി മുക്കി അതിൽ കുതിരാൻ അനുവദിക്കാതെ ക്രിസ്പിനെസ്സോടുകൂടി കഴിച്ചു നോക്കട്ടെ. വേറെ ലെവൽ എക്സ്പീരിയൻസ്. ആ കറിവേപ്പിലൊക്കെ പെട്ടില്ലേ, അതിൻ്റെ ഫ്ലേവർ എൻ്റെ പൊന്നോ. ഈ ബീഫ് കണ്ടോ തൊടുമ്പോഴേക്ക് ഉടഞ്ഞു പോകും, നന്നായി വെന്തിട്ടുണ്ട്. ഇതിൻ്റെ പ്രിപ്പറേഷൻ നമ്മൾ കണ്ടതാണ്. പ്രിപ്പറേഷൻ ടൈം ആകെ എടുത്ത് ഒരു അരമണിക്കൂർ, പിന്നെ ഒരു 5-10 മിനിറ്റോളം മസാല പിടിക്കാനൊക്കെ വെച്ചിട്ടുള്ളൂ. അപ്പോൾ ഒരു പ്രോപ്പർ കുട്ടൻ എന്ന് പറഞ്ഞാൽ ഇളവൻ മൂരിയാണ്. അത് കറക്റ്റായിട്ട് ചെയ്യുന്നുണ്ട്, പാലിക്കുന്നുണ്ട്. പല റെസ്റ്റോറൻറ്റുകളും കുട്ടൻ ബിരിയാണി എന്ന് പറഞ്ഞിട്ടൊക്കെ കൊടുക്കുന്നതും പല കുട്ടൻ ബിരിയാണികളൊക്കെ മൂത്ത മൂരിയൊക്കെ ആയിരിക്കും. പക്ഷേ ഇത് കറക്റ്റാണ്. കാരണം അരമണിക്കൂറോടൊന്നും എന്തായാലും ഒരു മൂത്ത മൂരിയും ബീഫും ഒന്നും വെന്ത് കിട്ടില്ല. വേറെ ലെവല്. ഇത് കണ്ടോ, ചെറിയൊരു എല്ല് ഇതിൽ. എൻ്റെ മോനെ, ഈ എല്ലുള്ള പീസൊക്കെ കിട്ടാനൊരു ഭാഗ്യം വേണം. കുതിർന്ന പൊറോട്ടയും പിന്നെ ഈ ബീഫിൻ്റെ കുട്ടൻ്റെ ഈ കഷ്ണങ്ങളും ചേർത്ത് ഒരടി. മസ്റ്റ് ട്രൈ. വേറൊന്നും പറയാനില്ല എനിക്ക്. മസ്റ്റ് ട്രൈ കുട്ടൻ ചാപ്സ്. ഞാൻ കഴിഞ്ഞ വീഡിയോ പറഞ്ഞിരുന്നു, ഷാമുഖാൻ്റെ വീഡിയോയിൽ പൊറോട്ടയും ബീഫും നല്ലത് ഒരുമിച്ച് കിട്ടാറില്ലെന്ന്. പ്ലീസ് നോട്ട് ദിസ് ലൊക്കേഷൻ. കണ്ടോ, ഇതിൻ്റെ ഗ്രേവിയിൽ കടന്ന് കുതിർന്ന് വെച്ച പൊറോട്ട. ഈ പൊറോട്ടക്ക് എന്ത് വില കൊടുത്താലും പകരാവില്ല. കുട്ടൻ ചാപ്സോ എന്താ നിങ്ങളോട് പറയണമെന്ന് അറിയില്ല. അടിപൊളി, വെറുതെ പറയല്ല, അടിപൊളി. കഴിച്ചവരെന്തെങ്കിലും പറയാറുണ്ടോ പുറത്തു വന്നവരൊക്കെ? കൊറോണ അല്ലെങ്കിൽ മൂസക്കാനെ കെട്ടിപ്പിടിച്ചൊരു ഉമ്മടുത്ത് പോർന്നു. കൊറോണക്കാലം അല്ലെങ്കിൽ. അപ്പോൾ ഇനി മട്ടൻ കഴിച്ചു നോക്കണം. ഇതിന് 90 രൂപ എന്ന് പറഞ്ഞു. ഇതിൻ്റെ കൂടെ വരുന്ന ഒരു പീസ് കാണിച്ചു തരാം. എന്താ, ഇറ്റ്സ് ടു ബിഗ്. ഇതിൻ്റെ ഗ്രേവി കുറച്ചുകൂടെ ഒരു ഡാർക്ക് നിറമുള്ളൊരു ഗ്രേവി. വെള്ളപ്പം കൂട്ടി കഴിക്കാം. ശരിക്കും ഇത് പൊറോട്ട കൂട്ടിയാണ് കഴിക്കേണ്ടത്. പക്ഷേ വെള്ളപ്പം നല്ല ചൂടോടെ ഇങ്ങനെ ചൂടുന്ന കണ്ടപ്പോൾ എനിക്കൊരു ആഗ്രഹം, എൻ്റെ ഗ്രേവി മാത്രം കഴിച്ചോട്ടെ.
അടിപൊളി. കുട്ടൻ ചാപ്സ് പോലെ തന്നെയാണ് മട്ടൻ ചാപ്സും. സംഭവം കിടിലനാണ്. അതിൻ്റെ ഗ്രേവിനകത്തൊക്കെ മട്ടൻ്റെ ഫ്ലേവർ പിടിച്ച് അടിപൊളി ഒരു ഗ്രേവിയും പിന്നെ നല്ല ടെൻഡറായിട്ടുള്ള യെല്ലോട് കൂടിയിട്ടുള്ള നല്ലൊരു മട്ടൻ്റെ പീസും കൂടെ തരും. പിന്നെ ലിവർ റോസ്റ്റ് ആണെങ്കിൽ ലിവറിനോട് എനിക്ക് വലിയ താല്പര്യമില്ലാത്തതുകൊണ്ട് ലിവർ റോസ്റ്റ് എനിക്ക് വല്ലാണ്ടെങ്കിൽ ഇഷ്ടപ്പെട്ടിട്ടില്ല. പക്ഷേ അതിൻ്റെ മസാല അടിപൊളിയാണ്. ലിവർ ഇഷ്ടപ്പെടുന്നവർക്കൊക്കെ ഈ ലിവർ റോസ്റ്റ് അടിപൊളിയാണ്. എനിക്ക് ആ മസാലയുടെ ഗ്രേവിയുടെ ഒരു ഭംഗി കണ്ടിട്ടാണ് ഞാൻ ലിവർ റോസ്റ്റ് പറഞ്ഞത്. ഒരു ചൂട് ചായയും കൂടെ കുടിച്ചിട്ട് നമ്മുടെ ഈ പരിപാടി ഇവിടെ അവസാനിപ്പിക്കുക, അല്ലെങ്കിൽ നിങ്ങൾ എന്നെ പ്രാകും. അപ്പോൾ നമ്മുടെ മൂസക്കാൻ്റെ സ്പെഷ്യൽ കുട്ടൻ ചാപ്സിൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് അടിക്കുക. ഇഷ്ടമായിട്ടില്ലെങ്കിൽ അപ്പോൾ വീഡിയോ നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ കൊടുക്കണം. അഭിപ്രായങ്ങളൊക്കെ താഴെ പറയാൻ മറക്കരുത്. എല്ലാവരെയും കമൻറ്റ് ചെയ്യാൻ നോക്കാറുണ്ട്. അപ്പോൾ ഇതുപോലത്തെ അടിപൊളി സ്പോട്ടുകൾ കമൻറ്റ് ചെയ്യുക. ഇൻസ്റ്റാഗ്രാം മെസ്സേജ് അയക്കാം. ഡിസ്ക്രിപ്ഷനിൽ എല്ലാ ലിങ്കുണ്ട്. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം ഒന്ന് പരിഗണിക്കുക. അപ്പോൾ പുതിയൊരു വീഡിയോ വീണ്ടും കാണാതിരിക്കും. അല്ല, എങ്ങനെയാണാവോ ഈ ബീഫിൻ്റെ ഒരു പീസ് കൊണ്ട് ആളുകൾക്ക് മതിയാവുന്നത്? എനിക്കെന്തായാലും മതിയാവില്ല. 2 ചാപ്സ് പറയണ്ടത്. ഇതിൽ യൂട്യൂബിൽ വരുമ്പോൾ ഹോട്ടൽ ന്യൂ ബദരിയ ഇതൊക്കെ വരണം. പിന്നെ മൂസാക്കാൻ്റെ പേരും എൻ്റെ പേരും ഒക്കെ നിങ്ങൾ ചോദിച്ചല്ലോ. അങ്ങനെ വരണം. ഞാൻ കഴിച്ചു പോയതാ.